ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SCERT പാഠപുസ്തകങ്ങളിലെ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. മൈക്രോസോഫ്റ്റ് പെയിന്റിന് സമാനമായ ഒരു സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് കളർ പെയിന്റ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് മൈക്രോസോഫ്റ്റ് പെയിന്റിന് സിമിലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കളർ പെയിന്റ്. ആ കളർ പെയിന്റിന്റെ K ആണ് ഇമ്പോർട്ടന്റ്, C അല്ല. അപ്പോൾ അത് ഓപ്ഷൻ തന്നാൽ നമുക്ക് മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. മൈക്രോസോഫ്റ്റ് പെയിന്റിന് പകരമായി ഉപയോഗിക്കുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് കളർ പെയിന്റ്. ഈ കളർ പെയിന്റ് എന്നത് ഒരു ഓപ്പൺ സോഴ്സ് അഥവാ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്ക് പെയ്ഡ് ഒന്നും ഇല്ലാതെ പേയ്മെന്റ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ സോഫ്റ്റ്വെയർ എങ്ങനെ തുറക്കാം എന്നുള്ളതാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് എന്ന ടൂളില് ഗ്രാഫിക്സ് കളർ പെയിന്റ്, ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് കളർ പെയിന്റ് എന്ന ക്രമത്തിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ തുറക്കാവുന്നതാണ്. അപ്പൊ കളർ പെയിന്റ് മൈക്രോസോഫ്റ്റ് പെയിന്റിന് പകരമായി ഉപയോഗിക്കുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ തുറക്കുമ്പോൾ ആദ്യം വരുന്നത് ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസ് ആണ്. ഇത് SCERT-യിലുള്ളതാണ്. ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസ് ആണ് പ്രത്യക്ഷപ്പെടുന്നത്. കളർ പെയിന്റ് എന്ന സോഫ്റ്റ്വെയർ തുറക്കുമ്പോൾ ആദ്യം ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസ് ആണ് പ്രത്യക്ഷപ്പെടുന്നത്. ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസ് ആണ് കളർ പെയിന്റ് തുറക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റിനും പെയിന്റിനും സമാനമായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പഠിച്ചത് കളർ പെയിന്റ്. കളർ പെയിന്റിന്റെ ഒരു K ആണ്. അടുത്തത് ടച്ച് പെയിന്റ് എന്നത് എന്താണ് എന്നാണ്. ടച്ച് പെയിന്റ് ഇതുപോലെ തന്നെ കളർ പെയിന്റ്, മൈക്രോസോഫ്റ്റ് പെയിന്റ് എന്നിവ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്. ചിത്രരചനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ടച്ച് പെയിന്റ്. അപ്പൊ ടച്ച് പെയിന്റിലെ ടൂളുകൾക്ക് സമാനമായ ടൂളുകൾ നമുക്ക് കളർ പെയിന്റിലും കണ്ടുപിടിക്കാവുന്നതാണ്. പടം വരയ്ക്കാൻ ആവശ്യമായ പെയിന്റ്, ബ്രഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടച്ച് പെയിന്റിലും ഒരേപോലെ തന്നെയാണ്, കളർ പെയിന്റിലും ഒന്ന് തന്നെയാണ്. അപ്പൊ ടച്ച് പെയിന്റ്, കളർ പെയിന്റ് എന്നിവ രണ്ടും സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളാണ്. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഓപ്പൺ സോഴ്സ് അഥവാ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളെന്ന് നമുക്ക് ചോദ്യം വരാറുള്ളതാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ തന്നെയും ടച്ച് പെയിന്റ്, കളർ പെയിന്റ് എന്നിവ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളാണ്, ഫ്രീ സോഫ്റ്റ്വെയറുകളാണ്. ഇനി ഇറേസർ ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വരച്ചത് അത്രയും മാഞ്ഞു പോകും. ഈ കാര്യം ശ്രദ്ധിക്കാൻ ഇതൊരു ബോക്സിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇറേസർ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വരച്ചത് അത്രയും പോകും. അതായത് ഇറേസർ ടൂളിൽ 2 പ്രാവശ്യം ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എന്തൊക്കെ മായ്ച്ചോ അതൊക്കെ ഫുള്ള് മാഞ്ഞു പോകും. അപ്പൊ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്യാൻവാസിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലും. സാധാരണ ഇറേസർ ടൂള് നമ്മൾ തൊട്ട് മുമ്പ് വരച്ചതൊക്കെ മായ്ച്ചു കളയാനാണല്ലോ. ഇറേസർ എന്ന വാക്കിനർത്ഥം മായ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഇറേസറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊത്തം ക്യാൻവാസിലുള്ള എല്ലാ ചിത്രങ്ങളും അപ്രത്യക്ഷമാകും. എന്നാൽ എഡിറ്റ് അൺഡു എന്ന ഓപ്ഷനിലാണ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുക. എഡിറ്റ് അൺഡു എന്ന ഓപ്ഷൻ, ഇത് പെയിന്റിന്റെ കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എഡിറ്റ് ഓപ്ഷനിൽ അൺഡു കൊടുത്തു കഴിഞ്ഞാൽ വന്നതെല്ലാം തിരിച്ചു വരും എന്നുള്ളത് എഡിറ്റ് അൺഡു ഓപ്ഷൻ ആണ്. ഇറേസർ ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ക്യാൻവാസിൽ വരച്ചത് അത്രയും മാഞ്ഞു പോകും. എന്നാൽ എഡിറ്റ് അൺഡു ഓപ്ഷൻ ചെയ്യുമ്പോൾ ആ വരച്ചത് അത്രയും നമുക്ക് തിരിച്ച് ലഭ്യമാവുന്നതാണ്. അപ്പൊ ഇത് ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക്